ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോഡി മദ്രസയുടെയും കീഴിലുള്ള ഒന്നാം ക്ലാസ്സിൻ്റെ തദ്രീബു തിലാവയിലെ അദ്ദർസ് ഹാമിസ് വൈഷ്റൂൻ 25ാമത്തെ പാഠത്തിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ഏത് അക്ഷരമാണ്? ഇവിടെ എന്താണ് ചിത്രത്തിൽ വന്നത്? ചെയർ അല്ലേ, കസേര. അപ്പോൾ ഈ ചെയറിന് നമ്മൾ അറബിയിൽ എന്താ പഠിക്കുക എന്നാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ പഠിക്കുന്ന അക്ഷരവും ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ്? കാഫാണ്. കാഫ് നമ്മൾ കഴിഞ്ഞേരം കാഫ് പഠിച്ചിരുന്നു. കാഫ്, ഇതിൽ കാഫ്. അപ്പോൾ ഇവിടെ കുർസി. എന്താണ്? കുർസി. ചെയറിന് കുർസി എന്നാണ് പറയുക. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്നത് കാഫ്. കാഫിന് ലൊമ്മട്ട കു. നമുക്ക് കാഫിൻ്റെ വ്യത്യസ്ത ഹർക്കത്തുകൾ മനസ്സിലാക്കാം. പിന്നെ കാഫ് എഴുതുന്ന വ്യത്യസ്ത രീതികളും കൂടി നമുക്ക് ഈ പാഠത്തുനിന്ന് മനസ്സിലാക്കാനുണ്ട്. എന്താണ്? കസ്ബുൻ, കസ്ബുൻ ക, കസ്ബുൻ. കുത്തുബുൻ കു, കുത്തുബുൻ കു. കിബാറുൻ, കിബാറുൻ കി. ശുക്റുൻ, ശുക്റുൻ ക്, ശുക്ക് ക്. കർബുൻ, കർബുൻ. കുത്തുബുൻ, കുത്തുബുൻ. കിബറുൻ, കിബറുൻ. ഫിക്റുൻ, ഫിക്റുൻ. അപ്പോൾ ഇവിടെ എന്താണ്? കാഫ് ഇങ്ങനെയും എഴുതാം, ഇങ്ങനെയും എഴുതാം. ഓക്കെ. തുടക്കത്തിലും ഇടയിലൊക്കെ ആവുമ്പോഴാണ് ഈ രണ്ട് കാഫുകൾ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അവസാനിക്കുമ്പോൾ ഒരു വേർഡ്സ് മലക്കുൻ, മലക്കുൻ എന്ന് അവസാനിക്കുമ്പോൾ ഈ കാഫ് എഴുതൂല. അതിലെഴുതേണ്ട കാഫ് നമുക്ക് അടുത്ത പാഠത്തിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ രണ്ട് കാഫുകൾ മനസ്സിലാക്കണം. ക, ക. ഓക്കെ. അപ്പോൾ അത് എഴുത്ത് രീതി. ഈ രണ്ട് കാഫിനും പറയുന്ന പേരെന്താണ് അറിയോ? ഈ ഫസ്റ്റ് എഴുതിയ കാഫിന് പറയുന്നത് കാഫ് സൈഫി, കാഫ് സൈഫി. ഇതിന് കാഫ് ജനാദി എന്നാണ്. ഈ രീതിയിൽ എഴുതുന്ന കാഫിന് കാഫ് ജനാദി. കാഫ് സൈഫി, കാഫ് ജനാദി. അപ്പം കാഫുകൾക്ക് നമ്മൾ പറഞ്ഞു, കാഫുകൾ വ്യത്യസ്ത രീതിയിൽ എഴുതുന്ന, അവസാനിക്കുമ്പോൾ എഴുതുന്ന കാഫുണ്ട്. അവസാനിക്കുമ്പോൾ എഴുതുന്ന കാഫിന് കാഫ് ഷാരി എന്നാണ് പറയാം. ഇനി ഇവിടെ തന്നെ നമ്മളൊരു കാഫിനെ കാ എന്ന് നീട്ടിയിട്ടുള്ള ഒരു വേർഡ്സാണ് എഴുതുന്നത്. അപ്പോൾ ഇതേപോലെയാണ് എഴുതുക. മനസ്സിലായില്ലേ? ഇതേപോലെ കാഫ്. അതിന് പറയുന്ന പേരാണെന്ത്? കാഫ് ദാലി, കാഫ് ദാലി. അപ്പോൾ കാഫുകൾ 4 വിധം. കാഫ് സൈഫി, കാഫ് സൈഫി, കാഫ് ജനാദി, കാഫ് ഷാരി, കാഫ് ദാലി. അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ? നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ? അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പറഞ്ഞ കാഫാണ് കാഫ് സൈഫി, കാഫ് സൈഫി. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുക? കാഫ് സൈഫി. അപ്പോൾ കാഫിൻ്റെ ജിസ്മ എഴുതുക, ലാം എഴുതുന്ന പോലെ കാഫിൻ്റെ ജിസ്മ എഴുതുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ ഫത്തഹ് ഇടും. അപ്പോൾ കായ്. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് കാഫ് സൈഫി എന്ന് പറയുന്നത്? സൈഫി എന്ന് പറഞ്ഞാൽ വാള് എന്നാണ്. അപ്പോൾ ഇവിടെ മുകളിൽ ലാമിൻ്റെ ഈ ജിസ്മ് പോലെ ഇടുന്ന, കാഫിൻ്റെ ഈ ജിസ്മ് ഇടുന്നുണ്ടല്ലോ, ലാമ് പോലെ, അതിൻ്റെ മേലെ ഇതിടുന്നത് നമ്മൾ വാള് പോലെ ഉള്ള ഈ ചിഹ്നമാണ് ഇടുന്നത്. അതുകൊണ്ടാണ് ഇതിന് സൈഫി എന്ന് പറയുന്നത്, സൈഫി എന്ന് പറയുന്നത്. അപ്പോൾ കാഫ് സൈഫി മനസ്സിലാക്കുക. അടുത്തത് കാഫ് ജനാദി. അപ്പോൾ ഈ കാഫ് സൈഫി വെച്ചിട്ടൊരു വേർഡ്സ് നമ്മൾ എഴുതുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കുത്തുബുൻ എന്ന് പാഠത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതാദ്യം നമ്മൾ ഇങ്ങനെ എഴുതുക. എന്നിട്ടാണ് ഇങ്ങനെ അക്ഷരങ്ങൾ ആദ്യം എഴുതി അവസാനിക്കുമ്പോഴാണ് അതിൻ്റെ ഇതിട്ട് കൊടുക്കുക. അപ്പോൾ കു തു ബുൻ, കുത്തുബുൻ. ഇങ്ങനെയാണ് നമ്മൾ കാഫ് സൈഫി എഴുതുക. ഇനി അടുത്തതാണ് എന്ത്? കാഫ് ജനാദി.
സനാദി എങ്ങനെയാണ്? നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് കാഫ് സനാദി. എന്തുകൊണ്ടാണ് കാഫ് സനാദി എന്ന് പേര് വന്നത്? നമ്മുടെ തോക്കിൻ്റെ കാഞ്ചി ഉണ്ട്, അതിൻ്റെ ആ വലിക്കുന്ന അവിടുത്തെ ഒരു അടയാളമാണിത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് കാഫ് സനാദി എന്ന് പേര് വന്നത്. അപ്പോൾ ഈ കാഫും എന്താണ്, ഒരു വേർഡ്സിൻ്റെ തുടക്കത്തിലും ഇടയിലും മാത്രമാണ് എഴുതുള്ളൂ. അതും ഇതിൻ്റെ കൂടെ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് എന്താണ് ഫിക്റുൻ എന്ന് തന്നിട്ടുണ്ട്, ഫിക്റും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫി എഴുതുക, ഫ എഴുതുക, പിന്നെ കാഫ്, ഫിക്റുൻ. അപ്പോൾ അത് മനസ്സിലാക്കുക എഴുതുന്ന എഴുത്ത് രീതി. അപ്പോൾ ഇതിവിടെ ഇടയിലാണ് വന്നത്. അപ്പോൾ ഇടയിലാണെങ്കിലും ആദ്യത്തിലാണെങ്കിലും ആ കാഫ് നമുക്ക് ഉപയോഗിക്കാം. അടുത്ത മൂന്നാമത്തതാണ് കാഫ് ഷാരി. അത് നമുക്ക് അടുത്ത പാഠത്തിലാണ് അതിൻ്റെ അക്ഷരം പഠിക്കാനുള്ളത്. എന്നാലും നമുക്ക് മനസ്സിലാക്കാം. എന്താണ് കാഫ് ഷാരി? കാഫ് ഷാരി ഒരു വേർഡ്സ് അവസാനിക്കുന്ന സ്ഥലത്ത് എഴുതുന്ന കാഫാണ്. കാഫിൻ്റെ ജിസ്മ എഴുതുക ലാമ് പോലെ. മനസ്സിലായില്ലേ? എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ കാഫ് സനാദിയുടെ ചെറിയൊരു രൂപം വരയ്ക്കും. ഓക്കെ, അംസല്ല, കാഫ് സനാദിയുടെ ചെറിയ രൂപമാണ്. അതാണ് എന്ത്? കാഫ് ഷാരി. അപ്പോൾ അത് മലിക്കുൻ എന്ന് എഴുതുമ്പോൾ കുൻ അതിൻ്റെ ഉള്ളിൽ കാഫ് സനാദി മലിക്കുൻ. അപ്പോൾ അത് ഹംസ അല്ല, ശ്രദ്ധിക്കുക, ഹംസ ആവരുത്. ഹംസ എവിടെ എഴുതിയാലും നമ്മൾ ആ ഇ ഉ, അപ്പോൾ അത് ഹംസായി കാണുമ്പോൾ ഉന്ന് പറയണം, ഉന്ന്. അപ്പോൾ അതല്ല, മനസ്സിലാക്കണം കേട്ടോ. വാവിൻ്റെ അലിഫിൻ്റെ യാൻ്റെ ഒക്കെ ഉള്ളിലൊക്കെ മേലക്കെട്ടാൽ താഴെക്കെട്ടാൽ നമ്മൾ ആ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫതഹട്ടാലും കസറട്ടാൽ ഈ എന്നൊക്കെ. അപ്പോൾ അത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ മലിക്കുൻ. അപ്പോൾ കാഫ് ഷാരി മനസ്സിലായി. ഇനി അടുത്തത് എന്താണ്? കാഫ് ദാലി. അപ്പോൾ അത് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് അടിയിൽ ദാല് പോലെ വരും. മനസ്സിലായില്ലേ? നമ്മൾ കാ എന്നൊക്കെ നീട്ടി എഴുതൽ ഇതാണ് കാഫ് ദാലി. ഓക്കെ, കാ എന്ന് വരുമ്പോൾ അപ്പോൾ ഫതഹിടാം. നമുക്ക് കാത്തിബുൻ എന്നൊരു വേർഡ്സാണ്. അപ്പോൾ അവിടെ നമ്മൾ ദാല് പോലെ കാത്തിബുൻ. അപ്പോൾ ഇവിടെ കാത്തിബുൻ മനസ്സിലാക്കട്ടോ. കാഫ്, അപ്പോൾ ഇവിടെ ദാല് പോലെയാണ് ഇവിടെ താഴെ, അതുകൊണ്ടാണ് കാഫ് ദാലി എന്ന് ഇതിന് പേര്. അപ്പോൾ കാഫുകൾ 4 വിധം: കാഫ് സൈഫി, കാഫ് സനാദി, കാഫ് ഷാരി, കാഫ് ദാലി. കാഫ് സൈഫി, കാഫ് സനാദി, കാഫ് ഷാരി, കാഫ് ദാലി. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ദാലി അതിലൂടെ നീട്ടി അലിഫ് കാ എന്ന് എഴുതുമ്പോഴാണ് ഇത് ഉപയോഗിക്കുക. മനസ്സിലാക്കട്ടോ. അപ്പോൾ എല്ലാവരും ഈ കാഫുകൾ 4 വ്യത്യസ്ത എഴുത്ത് രീതി എപ്പോഴൊക്കെയാണ് എഴുതുക എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുക. കാഫിൻ്റെ പേരൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, അത് എപ്പോഴാണ് എഴുതേണ്ടത്, എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ക കു കി, ക കു കി, ക കു കി, ക കു കി. അപ്പോൾ കാഫിൻ്റെ എഴുത്ത് രീതി മനസ്സിലാക്കുക, ജിസ്മിടുക, ഇത് വരയ്ക്കുക. മനസ്സിലായില്ല? അപ്പോൾ 1 എന്നുള്ള ഇവിടുന്ന് മനസ്സിലാക്കുക. പിന്നെ 2 കാഫ്, ഇത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ കാഫ് സൈഫി, കാഫ് സനാദി. അടുത്തത് നമുക്ക് നെക്ര കാഫ് വ്യത്യസ്ത ഹർക്കത്തോടു കൂടി വരുന്നു. കസ്ബുൻ, കസ്ബുൻ, ശുക്റുൻ, 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 കൾക്കുൻ, കൾക്കുൻ,
കുൻ അവസാനത്തിൽ വന്നത് മനസ്സിലാക്കട്ടാ. ആദ്യത്തിൽ വന്നു, ഇടയിൽ വന്നു, അവസാനിക്കുമ്പോൾ വന്നിട്ടുണ്ട് ഇവിടെ കാഫ്. ഇവിടെ ആദ്യത്തിലും ഉണ്ട് മനസ്സിലാക്കുക. അടുത്തതാ കർബുൻ, കർബുൻ. അപ്പോൾ കാഫ് എഴുതിയത് ഈ രീതിയിലും എഴുതാം. ഫിക്റുൻ ഇടയിലാണെങ്കിൽ ഇങ്ങനെ എഴുതാം, കൾക്കുൻ, കൾക്കുൻ. അപ്പോൾ അത് അങ്ങനെ എഴുതാം. അടുത്ത കാത്തിബുൻ, കാ നീട്ടാൻ വന്നപ്പോൾ എഴുതിയത് അല്ലേ, കാഫ് ദാലി, കാത്തിബുൻ. അക്കീദു, അക്കീദു. ബുക്കൂറുൻ, ബുക്കൂറുൻ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി ഖുർആനിൽ 2 രീതിയിൽ കാഫ് വന്നതാണ്. ഇന്നഹും യകീദൂന കൈദ. ഇവിടെ നമ്മൾ കാഫുകൾ വന്നത് മനസ്സിലാക്കുക. ഏതാണ് കാഫ്? സൈഫി. അടുത്തതാ വഅകീദു കൈദ, വഅകീദു കൈദ. കാഫ് സനാദിയും സൈഫിയും വന്നിട്ടുണ്ട്. അടുത്തതാ വതഅകുലൂന തുറാസ. ഇവിടെ സനാദി. അഖിലല്ലമ്മ സനാദി തന്നെ വന്നു. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് ഇപ്പം തന്നെ അതൊക്കെ പേരുകളൊക്കെ മനസ്സിലാക്കി കൊടുത്താൽ അവർക്ക് എന്നും അത് ഓർമ്മ ഉണ്ടാവും. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നും നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പഠിക്കാൻ കഴിയുമോ. പക്ഷെ അവർ പേരുകളൊക്കെ അത്ര പെട്ടെന്ന് വേഗം പഠിച്ചെടുത്തോളും. അപ്പോൾ നമുക്ക് കുട്ടീനോട് തെറ്റ് സംഭവിക്കുമ്പോൾ അവിടെ സൈഫി കാഫാണ്, അവിടെ സനാദി കാഫാണ് എഴുതേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്താലും കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പഠിപ്പിക്കുമ്പം തന്നെ അതൊക്കെ മനസ്സിലാക്കി പഠിപ്പിക്കുക. ഓക്കെ. അടുത്ത ഇനി ഖുർആനിൽ വന്ന ചെറിയ വേർഡ്സുകളാണ് കാഫിൻ്റെ. നമുക്ക് വായിക്കാം. അബ്കാറ, കാഫ് ദാലി വന്നിട്ടുണ്ട്. അബ്കാറ. കാഫ് സനാദി. കതബത്ത്, കതബത്ത്, കതബത്ത്. തക്സിബു, തക്സിബു. തക്ക്. നക്കീർ, നക്കീർ, നക്കീർ. ഷക്കൂർ, ഷക്കൂർ, ഷക്കൂർ. അപ്പോൾ ഖുർആനിൽ കാഫ് എഴുതുന്ന എഴുത്ത് രീതികളൊക്കെയാണിത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഖുർആൻ്റെ എഴുത്ത് രീതിക്ക് റസ്മുൽ ഉസ്മാനി എന്നാണ്. അപ്പോൾ അത് അതിൻ്റെ എഴുത്ത് രീതികൾ നമ്മൾ സാധാ വേർഡ്സ് എഴുതുന്ന പോലല്ലല്ലോ അല്ലേ. അറബിയിലെ വേർഡ്സുകൾ എഴുതുന്നത് പോലെയല്ല ഖുർആനിലെ എഴുത്ത് രീതി. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. നമുക്കിതിൻ്റെ വർക്ക് ബുക്കിൽ എന്തൊക്കെയാണ് വന്നതെന്ന് നോക്കാം. കുർസിയും ചെയർ നിറം നൽകണം. അപ്പോൾ ഇവിടെ എഴുത്ത് രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഇത് എഴുതുക, അങ്ങനെ എഴുതുക. അതാണ് കാഫിൻ്റെ എഴുത്ത് രീതി. മനസ്സിലാക്കുക. നിറം നൽകുക. അത് ഗ്രീനും ഇതിന് ബ്ലൂവും നൽകാം. ഓക്കെ, മനസ്സിലാക്കട്ടോ. കാഫ്, കാഫ്. ഇനി ഇതാ എഴുതുന്ന എഴുത്ത് രീതിയാണ് ഇവിടെ കാണിച്ചത്. ആദ്യം ഇതിൻ്റെ ജിസ്മ എഴുതുക. മനസ്സിലായില്ലേ? ഇങ്ങനെ എഴുതുക. എന്നിട്ട് ഫതഹ് പോലെ ഇവിടെ നിന്നിട്ട് വരയ്ക്കുക. കാഫ്. മനസ്സിലായില്ല? അപ്പോൾ ഇങ്ങനെ എഴുതിങ്ങാണ് ഇങ്ങനെ തുടങ്ങണ്ട. ഇവിടുന്ന് ഇതിടുക, അങ്ങനെ. അപ്പോൾ ആ എഴുത്ത് രീതി അതുപോലെ തന്നെ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. ഇനി കാഫ് ചേർത്ത് എഴുതാൻ വരുമ്പോഴൊക്കെ മനസ്സിലാക്കാനാണ് നമുക്കിവിടെ ഈ എഴുത്ത് രീതി തന്നത്. മനസ്സിലാക്കുക. കത്തബ, കത്തബ എന്ന വേർഡ്സാണ്. എഴുതി വരുന്ന രീതി മനസ്സിലാക്കുക. മനസ്സിലായോ? ദാലിടുക. ഫസ്റ്റ് ദാലിടുന്ന പോലെ ഫസ്റ്റ് ഇതിടുക. പിന്നെ താ ചെറുതാക്കിയിട്ട് അവസാനം ബാ വലുത്. എന്നിട്ട് ആണ് നമ്മൾ ഇതിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അടുത്തതിൽ ആ രീതി അതന്നെ ഇടുക. ദാല്, താ, ബാ. അപ്പോൾ ഇതിനൊക്കെ പുള്ളിയൊക്കെ വരുന്നത് ലാസ്റ്റാണ്. അതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അടുത്തതിന് കാഫിന് ഫതഹ് വന്നു. പിന്നെ കാഫിന് ഫതഹും താഇൻ്റെ പുള്ളിയും വന്നു. പിന്നെ താഇൻ്റെ ഹർക്കത്തിട്ട് പിന്നെ ബാഇൻ്റെ പുള്ളിയിട്ട് അവസാനം ബാഇൻ്റെ ഫതഹട്ട്. അപ്പോൾ എഴുത്ത് രീതി അങ്ങനെ വേണം ഒരു വേർഡ്സ് നമുക്ക് എഴുതാൻ വരുമ്പം എഴുതി വരാൻ. കർബുൻ, കർബുൻ എന്നത് ഇതേപോലെ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോഴോ നമ്മൾ ഇങ്ങനെ എഴുതി തുടങ്ങുക. ക റ് പിന്നെ ബാ വേറെ എഴുതുക. മനസ്സിലായില്ല? പിന്നെ അത് കാഫിൻ്റെ ഇതിട്ട് കൊടുക്കുക. പിന്നെ കാഫിൻ്റെ ഫതഹ് ഇട്ട് കൊടുക്കുക. പിന്നെ റാഇൻ്റെ സുക്കൂൻ ഇട്ട് കൊടുക്കുക. പിന്നെ ബാഇൻ്റെ പുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ബാഇൻ്റെ
കർബ് എന്നല്ല, അപ്പോൾ ലൊമ്മട്ട് കൊടുക്കുക. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ഓരോ വേർഡ്സുകൾ കൊടുക്കുക, ശുക്റുൻ ദിക്റുൻ എന്നൊക്കെ. എന്നിട്ട് അവരെ കൊണ്ട് ഇതുപോലെ എഴുതിക്കുക. ഓക്കെ, ഇതേപോലെയൊക്കെ എക്സാമിന് വരും. ഒരു വേർഡ്സ് ഇവിടെ തന്നിട്ട് ഇത് എഴുത്ത് രീതിയിൽ ഇങ്ങനെ കൊണ്ടുവരാൻ പറയും. വേർഡ്സ് നമുക്ക് ഇവിടെ തരും ലാസ്റ്റ്. അപ്പോൾ ഇത് എഴുത്ത് രീതിയിൽ കൊണ്ടുവരാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം, മനസ്സിലാക്കി കൊടുക്കുക. അടുത്തത് അതേപോലെ തന്നെ തഷ്കുറു എന്നാണ്. തഷ്കുറു ഇടയിലാണ് കാഫ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എഴുതി വരുന്ന ഓർഡർ മനസ്സിലാക്കുക. അപ്പം ഇനി ഞാനിങ്ങനെ ആവർത്തിച്ച് പറയുന്നില്ല, എന്താണ് എങ്ങനെയാണ് വന്നത് എന്നൊക്കെ അതിൽ നിന്ന് മനസ്സിലാവും. എന്താണ് ഇവിടുന്ന് എന്താണ് അടുത്തതിൽ മാറ്റം വന്നത്, ഷീൻ്റെ സുക്കൂനിട്ട് അല്ലേ, പിന്നെ കാഫിൻ്റെ മുകളിലേക്ക് ഈ വരട്ട്, പിന്നെ കാഫിൻ്റെ ലൊമ്മിട്ട്. അപ്പോൾ അതാ എഴുത്ത് രീതിയിൽ അങ്ങനെ കൊണ്ടുപോവാം. അടുത്തതാ മുറബ്ബൻ, ചതുരം വരയ്ക്കണം. കാഫിന് ചതുരമാണ് നമുക്ക് വരയ്ക്കണം. നമ്മൾ കഴിഞ്ഞതിലൊക്കെ വൃത്തം റൗണ്ടാണ് ചെയ്തത്. ഇതിൽ നമുക്ക് കസ്റിൻ എന്നതിൽ ഫസ്റ്റ് വന്നിട്ടാണ്. അപ്പോൾ ചതുരം വരച്ചു. ഇവിടെ ഇടയിലാണ്. അപ്പോൾ ശുക്റ് ദിക്റ് ഒക്കെ, കർബുൻ ആദ്യത്തിൽ, കസ്ബുൻ. അങ്ങനെ എക്സാമിന് വരും. അപ്പോൾ ചതുരവും റൗണ്ടും ഒക്കെ കുട്ടികൾ മനസ്സിലാക്കിയിടാൻ അവർക്ക് കഴിയണം. ഓക്കെ, മനസ്സിലാക്കുക. അടുത്തത് നുലബി നിറം നൽകണം. അപ്പോൾ കാഫ് സനാദിയാണ് ഇവിടെ കാഫ് എഴുതിയത്, മനസ്സിലാക്കുക. കാഫ് സനാദി. അപ്പോൾ അതിൽ നമുക്ക് റെഡ് നിറം നൽകാം, ഇവിടെ ബ്ലൂ നൽകി അത് മനസ്സിലാക്കാം. ഇനി നെർസ് മുകളിലൂടെ എഴുതുക. കാഫ് എഴുതുന്ന രീതി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മേലക്കൂടെ എഴുതുക. അപ്പോൾ നേരത്തെ നമ്മൾ സൈഫി മനസ്സിലാക്കി, ഇത് സനാദി മനസ്സിലാക്കട്ടാ. സനാദി എഴുതി അങ്ങനെ മനസ്സിലാക്കുക. പിന്നെ നെക്തുബ് നമുക്ക് താഴെ ഉള്ളത് വായിച്ചെഴുതണം. കർബുൻ കർബുൻ, പിന്നെ ശുക്റുൻ ദിക്റുൻ. അപ്പോൾ അതൊക്കെ ഇവിടെ 4 കോളങ്ങൾ തന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കത് എഴുതി അത് അവിടെ പൂർത്തിയാക്കാം. പിന്നെ അടുത്ത് നുഫരിക്കുൽ ഹുറൂഫ്, അക്ഷരങ്ങൾ വേർതിരിച്ചിട്ട് എഴുതണം. ഷക്കറ എന്നതിൽ ആദ്യം വേർതിരിക്കുമ്പോൾ ആദ്യം ഷീൻ എഴുതുക, 3 പുള്ളിയുള്ള ഷീന് ഷ. പിന്നെ കാഫ് എഴുതുമ്പോൾ ദെഴുതുക ക അല്ലേ. പിന്നെ റ ഷക്കറ മനസ്സിലാക്കുക. ഇനി കത്തബ ദെഴുതുക കാടുക ത ബ ഒക്കെ വേർതിരിച്ച് ഒന്നും ടച്ച് ചെയ്യരുത്. കത്തബ. ഇനി കബുറ. അപ്പോൾ നമുക്ക് ഇതിലുള്ള കാഫ് തന്നെ നമുക്ക് എഴുതാം. ഓക്കെ, ക ബു റ കബുറ. ഞ സ ക ത സക്കത്ത ച എഴുതുക. പിന്നെ കാഫ് ക പിന്നെ ത സക്കത്ത അങ്ങനെ എഴുതാം കേട്ടോ. അടുത്തത് റക്ക. അപ്പോൾ റ എഴുതുക ഫസ്റ്റ്, പിന്നെ ക എഴുതാം, അയിന് റക്ക എഴുതാം. അടുത്തതാ ദക്കറ എഴുതാം ഫസ്റ്റ്, പിന്നെ കാഫ് ക എഴുതാം, പിന്നെ റ ദക്കറ ദക്കറ. അപ്പോൾ അതൊക്കെ വൃത്തിയിൽ ഇങ്ങനെ എഴുതുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് 25ാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും കാഫുകൾ എഴുതുന്ന രീതിയൊക്കെ നന്നായി മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.